കത്തോലിക്ക ബൈബിൾ അസോസിയേഷൻ ഓഫ് അമേരിക്കയുടെ പ്രസിഡന്റായി പ്രമുഖ ദൈവശാസ്ത്ര പണ്ഡിത എമിൽ ജിൽ ലെവിൻ തിരഞ്ഞെടുക്കപ്പെട്ടു. 90 വർഷത്തോളം പാരമ്പര്യമുള്ള ഈ സംഘടനയുടെ തലപ്പത്തെത്തുന്ന ആദ്യത്തെ യഹൂദ വംശജയാണ് ലെവിൻ. അസോസിയേഷന്റെ വാർഷിക പൊതുയോഗത്തിലാണ് ലെവിൻ തിരഞ്ഞെടുക്കപ്പെട്ടത്. ബൈബിളിന്റെ പുതിയ നിയമത്തിൽ ഏറെ അവഗാഹമുള്ള ലെവിൻ 1988 മുതൽ ഈ സംഘടനയിൽ സജീവമായി പ്രവർത്തിച്ചു വരികയാണ്. ഈ ചുമതല വലിയൊരു അംഗീകാരമായി കാണുന്നതായി ലെവിൻ പ്രതികരിച്ചു. കത്തോലിക്ക സഭയുടെ നേരിട്ടുള്ള നിയന്ത്രണത്തിലുള്ള സംഘടനയല്ലെങ്കിലും US കത്തോലിക്ക മെത്രാൻ സമിതിക്ക് ബൈബിൾ പരിഭാഷയിലും മതബോധനത്തിലും ഉപദേശങ്ങൾ നൽകുന്ന സംഘടനയാണ് CBA. തന്റെ നിലപാടുകൾ കത്തോലിക്ക സഭാ പഠനങ്ങളുമായി ചേർന്നു പോകുന്നതാണെന്ന് ലെവിൻ വ്യക്തമാക്കി. ചരിത്രപരമായി ശരിയായതും സമൂഹങ്ങൾക്ക് പ്രചോദനം നൽകുന്നതുമായ രീതിയിൽ ബൈബിളിനെ കാണാനാണ് താൻ ആഗ്രഹിക്കുന്നതെന്ന് ലെവിൻ കൂട്ടിച്ചേർത്തു. ഓർത്തഡോക്സ് യഹൂദ കുടുംബത്തിൽ ജനിച്ചു വളർന്ന ലെവിൻ ചെറുപ്പത്തിൽ നേരിടേണ്ടി വന്ന ചില അനുഭവങ്ങളിൽ നിന്നാണ് ക്രിസ്തീയ യഹൂദ ബന്ധങ്ങൾ മെച്ചപ്പെടുത്തുവാനുള്ള ശ്രമങ്ങൾക്ക് തുടക്കമിട്ടത്. സ്നേഹത്തിന്റെ സുവിശേഷം വെറുപ്പിന്റെ ആയുധമാക്കരുതെന്ന ലക്ഷ്യത്തോടെയാണ് താൻ പുതിയ നിയമം പഠിക്കുവാൻ തുടങ്ങിയതെന്ന് ലെവിൻ പറഞ്ഞു. വത്തിക്കാനിലെ പൊന്തിഫിക്കൽ ബിബ്ലിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പുതിയ നിയമം പഠിപ്പിച്ച ആദ്യ യഹൂദ വനിതയുമാണ് ലെവിൻ. ഇന്റർനാഷണൽ ഡെസ്ക്, ഷാലോം ന്യൂസ്.